ഇന്ന് പച്ച ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. കുറച്ച് പച്ച ഗ്രീൻ പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ പൊളിച്ചെടുത്ത് ഞാൻ എപ്പോഴും വെക്കുന്നത് തിളപ്പിച്ച് ഊറ്റിയിട്ടാണ്. കാരണം അതിൻ്റെ മക്ക് ചൊവയൊന്ന് മാറിക്കിട്ടാൻ. പൊളിക്കാൻ സഹായത്തിന് ആളും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് ആവശ്യമായത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കുറച്ച് സവാള. സാധാരണ കടുക് പൊട്ടിക്കുന്ന പോലെ തന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടായി കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് മൂപ്പിച്ച് അതൊന്ന് വഴറ്റി വരുമ്പോഴാണ് സവാള ചേർക്കുന്നത്. ഇനി ഇത് മൂന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു മസാല ആ ഫ്ലേവറുകളെല്ലാം പരസ്പരം ഒന്ന് ജോയിൻ്റ് ആവാൻ വേണ്ടി ഒന്ന് മൂടി വെക്കും. അതിന് ശേഷമാണ് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മസാല ചേർക്കുന്നതിനൊപ്പം തന്നെ ഉപ്പും ചേർക്കും. മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് നന്നായി ഇട്ട ശേഷം മിക്സ് ചെയ്ത് ആ ഒരു ഫ്ലേവർ എല്ലാത്തിലേക്കും പിടിക്കുന്നത് വരെ ഒന്ന് മൂടി വെക്കുക. അതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതൊന്ന് മസാല എല്ലാം കൂടി ഒന്ന് ഗ്രീൻ പീസിലോട്ട് ആവാൻ വേണ്ടി ഒരു 2 മിനിറ്റ് നമ്മൾ മൂടി വെക്കാം. ഈ സമയത്തിന് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ തേങ്ങ അരച്ചെടുത്തിട്ട് വരാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു പോയിരുന്നു. ഇപ്പോഴാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിൽ തേങ്ങാപ്പാൽ മാത്രം ചേർത്താലും മതി. തേങ്ങാപ്പാൽ മാത്രം ചേർത്ത് പച്ച ഗ്രീൻ പീസ് ആയതുകൊണ്ട് എനിക്ക് അത്ര താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി എന്തെങ്കിലും ഒരു ടേസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അരപ്പും കൂടെ ചേർത്തു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.